ഋദ്ധി പിടിച്ചു. ഹലോ, ഇന്ന് ഋദ്ധിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരുങ്ങിയിട്ടില്ല, ഒരുങ്ങാൻ പോവുകയാണ്. ഈ വീഡിയോ എടുത്തിട്ട് 2 ദിവസമായിട്ടോ. പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളും വോയിസൊക്കെ കൊടുക്കാൻ സമയം എടുക്കുമല്ലോ. മോള് കിടന്നുറങ്ങുമ്പോഴോ സൗകര്യം പോലെയൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, അടുത്തിരിക്കുന്നുണ്ട്. അവളൊക്കെ ഉറക്കമൊക്കെ ആയി പറഞ്ഞ പോലെയാണ്. പിന്നെ ഞാൻ നേരത്തെ അങ്ങോട്ട് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലപ്പറമ്പിൽ ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങാറുണ്ട് കേട്ടോ, വൈകിട്ടൊക്കെ. അപ്പോൾ പിള്ളേർ പിന്നാലെ വരുന്നുണ്ട്. അവർ ചെറുതായി ഒന്ന് വഴക്കടിച്ചു. അപ്പോൾ അവരങ്ങനെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലമാണ് കേട്ടോ, എറക്കാട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലമാണ്. അവിടെ പോയി ഞങ്ങൾ. ഋദ്ധിക്ക് ജനിച്ച സമയത്ത് അനിഴാണോ നാളെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലക്കുറിയൊക്കെ എഴുതിച്ചു. അപ്പോഴാണ് തൃക്കേട്ടയാണെന്നുള്ളത് മനസ്സിലായിട്ടോ. സമയത്തിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം വന്നപ്പോൾ നാൾ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ രാവിലെ മഴ ഉണ്ടാവാറുണ്ട്, ഇന്ന് മഴയില്ല, കുറച്ച് വെയിലൊക്കെ ഉണ്ട്. വെയിലുള്ള ദിവസമാണ് കേട്ടോ ഒന്നും. പിന്നെ കൂട്ടുമുച്ചി അമ്പലത്തിൽ പോയി. അപ്പോഴേക്കും അവൾക്കൊക്കെ ഉറങ്ങേണ്ട ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചായയും ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ അവൾക്ക് പായസമൊക്കെ കൊടുത്തു കേട്ടോ, പാൽപ്പായസം കൊടുത്തു. അതവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാൽപ്പായസം അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തൊക്കെ സാധനങ്ങളാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അങ്ങനെ കൊടുക്കാത്ത, നമ്മളിപ്പോൾ പായസമൊക്കെ എന്നും കൊടുക്കാറില്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഒരുക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആർഭാടമാക്കിയിട്ടൊന്നുമില്ല. ഉണ്ടാക്കാനുള്ള നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കലൊക്കെ അമ്മയാണ്, പാചകവും കാര്യങ്ങളൊക്കെ അമ്മയാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയ രീതിയിൽ ഒരുക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ചുകൂടി വലുതായിട്ട് വേണം നല്ലപോലെ ആഘോഷിക്കാൻ. അതുപോലെ അവളുടെ അച്ഛൻ നാട്ടിലില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുക. അതുപോലെ കുറേ ആൾക്കാരെ വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് പറയുന്നുണ്ട് അവരെ വിളിക്കണം, എല്ലാവരും വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ കുറേ പറഞ്ഞു, പക്ഷേ ഞങ്ങളങ്ങനെ ആർഭാടമാക്കിയിട്ടില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചുറ്റുവിളക്ക് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിള്ളേരൊക്കെ കൂടിയിട്ട് ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് അലങ്കരിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നല്ല മഴ പെയ്തു. അപ്പോൾ പിന്നെ വിളക്കും കാര്യങ്ങളൊക്കെ ചേരാതൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് വെച്ചു കേട്ടോ. അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ അപ്പോൾ പിന്നെ വൈകി കേട്ടോ. മഴയൊക്കെ കാരണം കൊണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി. അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു. ഞങ്ങൾ ശനിയാഴ്ചയാണ് കേട്ടോ, ഇവളുടെ ശനിയാഴ്ചയാണ് ബർത്ത്ഡേ. പിറ്റത്തെ ദിവസം ഒന്നുകൂടി ഞങ്ങൾ കേക്കും കാര്യങ്ങളൊക്കെ പിറ്റത്തെ ദിവസം മുറിക്കാനാണ് കേട്ടോ തീരുമാനിച്ചത്. പിറ്റത്തെ ദിവസം ഞങ്ങൾ ഞായറാഴ്ച ഒരുങ്ങി റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ ചെറിയ അലങ്കോലപ്പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത കാരണമാണ് കേട്ടോ അലങ്കോലപ്പണി എന്ന് പറയുന്നത്. അങ്ങനെ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടൊന്നുമില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുത്തശ്ശി വന്നിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശീനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, വേറെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കേട്ടോ. Ini